പ്രത്യേകിച്ച് പണിയൊന്നുമില്ലാത്ത ഞായറാഴ്ച മടിയുടെ ദിവസങ്ങളാണ്. അപ്പം ഞാൻ മെല്ലെ ഇങ്ങനെ മുറ്റത്ത് കിണറിൻ്റെ ഭാഗത്ത് ചെന്ന് നോക്കുമ്പോൾ ചേമ്പെല്ലാം ഇങ്ങനെ വളർന്ന് പൊളച്ച് നിൽക്കുന്നു. പണ്ടെല്ലാം സ്ഥിരം ചക്കക്കുരു ചേമ്പും കയ്യെല്ലാം ഓലം വെക്കലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ 2 ചേമ്പിൻ്റെ കയ്യിങ്ങ് മുറിച്ച് പണ്ടെപ്പോൾ എടുത്ത് വെച്ച ചക്കക്കുരു ഉണ്ടോ എന്ന് നോക്കുമ്പോൾ ചക്കക്കുരു ഉണ്ട്. അങ്ങനെ ചക്കക്കുരുവെല്ലാം എടുത്ത് ചിരണ്ടി, നമ്മളെല്ലാം ചക്കക്കുരു ചിരണ്ടലാണ്, നിങ്ങളെന്നാമോ ചക്കക്കുരു പണിയെടുക്കൽ. അങ്ങനെ ചക്കക്കുരു ചിരണ്ടി അതിനെ 4ആയിട്ട് കീറി അങ്ങനെ എടുത്തു. ഒരു 5 10 ചക്കക്കുരു ഉണ്ട്. ഒരിക്കലും കൂടെ ഓലം വെക്കേണ്ട ചക്കക്കുരു അതിനകത്ത് ബാക്കിയുണ്ട് തോന്നുന്നു. ആ ചക്കക്കുരു വൃത്തിയാക്കി വെക്കണം അത്രേ. അങ്ങനെ അത് മുറിച്ചിട്ട് കൊടുക്കുമ്പോൾ ഞാൻ വിചാരിച്ചു പഴയ ചക്കക്കുരു അല്ലേ, ഇത് വേവാൻ കുറച്ച് പണിയുണ്ടാവുമെന്ന് വിചാരിച്ച് എന്നാൽ ചക്കക്കുരു ആദ്യം അടുപ്പത്ത് വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചക്കക്കുരുവിനെ ഒരു 2 വിസിൽ വെക്കാൻ വേണ്ടി എടുത്ത് കുറച്ച് വെള്ളവും ഒരു നുള്ളു ഉപ്പും ഇട്ടു. ഞാൻ ചക്കക്കുരു വേവുന്ന സമയം കൊണ്ട് ചേമ്പും കൈ മുറിച്ചിടാന്ന് വെച്ചു. ഈ ചേമ്പും കൈയിൻ്റെ തോല് കളയുന്ന എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഏർപ്പാടാണ്. അങ്ങനെ ചേമ്പും കൈയും കുറച്ച് നീളത്തിൽ ചക്കക്കുരുവിൻ്റെ പോലത്തെ നീളത്തിൽ മുറിച്ചിട്ടു. അപ്പോൾ അന്ന് ഇതിനകത്ത് പച്ചമുളക് ഇട്ടില്ല. അപ്പോൾ പച്ചമുളക് എടുക്കാൻ പോയവരാണ്. ഇന്ന് ഞായറാഴ്ച എന്ന് വെച്ചെങ്കിൽ ഈ അടുപ്പ് കത്തിക്കുന്ന ദിവസമാണ്, അടുപ്പ് പുകയുന്ന ദിവസമാണ് ഞായറാഴ്ച. വിറകെടുക്കാൻ പോയവരുണ്ട് ഇഷ്ടം പോലെ കാന്താരി. അപ്പോൾ എന്നാൽ ഞാൻ വിചാരിച്ചു പച്ചപ്പറങ്കിക്ക് പകരം കാന്താരി ഇടാമെന്ന്. അങ്ങനെ കാന്താരി കീറിയിട്ട് നേരത്തെ വിസിലിട്ട ചക്കക്കുരു എടുത്ത് അതിനകത്തേക്ക്, ഇതെല്ലാം പണ്ടിപ്പോൾ മൺചട്ടിയിലാണ് വെക്കുക, ഇപ്പം അത് കുക്കറെല്ലാം, ഈ നമ്മൾ അരിഞ്ഞു വെച്ച ചേമ്പും കയ്യും എടുത്ത് അതിനകത്തിട്ട് ഒരു നുള്ളു ഉപ്പും ഇട്ടു. ആകെ ഓലൻ്റെ അകത്ത് കൂട്ടുന്ന ചേരുവകൾ ഈ ഉപ്പും പച്ചപ്പറങ്കിയുമാണ്. അങ്ങനെ 2 വിസിലിടുമ്പോൾ വാങ്ങണം എന്ന് ഞാൻ വിചാരിച്ചിന്, വിസിൽ 3ആയിപ്പോയി. ഇനി കൂട്ടുമ്പോൾ അതിൻ്റെ റിസൾട്ട് കേൾക്കാം. അപ്പോൾ ഇങ്ങനത്തെ കറി വെക്കുമ്പോൾ AKG പറയുന്ന എപ്പോൾ ഒരു കാര്യമുണ്ട്, എടോ അമ്മേനെ ഓർമ്മ വരുന്നു. അമ്മേനെ പഴയ ഈ ചക്കക്കുരു വെള്ളരിക്ക, ചക്കക്കുരു ചേമ്പും കൈ പുളിങ്കറിയെല്ലാം വെക്കുമ്പോൾ എപ്പോൾ സ്ഥിരമുള്ളൊരു വാചകം അത്. അമ്മേനെ ഓർമ്മ വരുന്നുണ്ടോ എന്ന് അറിയും. അപ്പോൾ വെളുത്തുള്ളിയും പറങ്കിയും കൂടെ വറുത്തിട്ടു. അപ്പോൾ വറുത്തിട്ട ചട്ടിയിലേക്ക് ഈ വേവിച്ചത് ഒഴിക്കുക ഞാൻ ചെയ്തത്. അങ്ങനെ നല്ല ചട്ടിയിലേക്ക് വെക്കേണ്ട ഒരു നല്ല കാണുമ്പോൾ അതാണ് ഭംഗി. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ കറക്റ്റ്. ഇതെന്നാടോ കുറച്ച് വേവലധികമായിപ്പോയി, നല്ല ടേസ്റ്റ്.